ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ ട്രാൻസിറ്റ് ഡുവോ. എൻ്റെ പേര് അഭിലാഷ്. നമ്മുടെ ചാനൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ആൻഡ് ഫുഡ് വ്ളോഗ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പുതിയൊരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല, പക്ഷേ ഇവിടെ നമ്മൾ ഗോപ്രോ പോലെ അല്ലെങ്കിൽ വേറെ ആക്ഷൻ ക്യാമറ പോലെ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. പക്ഷെ നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്ന വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് നമ്മൾ ഈ ക്യാമറ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, DJI Osmo Pocket 2 എന്ന് പറഞ്ഞ ഒരു ക്യാമറയാണ്. ഒരു പോക്കറ്റ് ക്യാമാണത്. ഇപ്പോൾ നമ്മൾ ആമസോണിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തത്. ഓൾറെഡി അത് നമ്മൾ അതിൻ്റെ കവറൊക്കെ കളഞ്ഞെങ്കിലും ജസ്റ്റ് ഒരു അൺബോക്സിങ് പോലെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്ക് വരുന്നത്. ചെറിയ സൈസാണിത്, ഒരു 6 to 7 ഇഞ്ച് സൈസ് വരും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആമസോണിൽ 29,800 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടൊരു പേര് തന്നെയാണ് ഈ DJI എന്ന് പറഞ്ഞത്. ഇത് മെയിൻ ഫോർ എന്താണെന്ന് പറഞ്ഞാൽ ഡ്രോൺ ക്യാമറാസ് ആണ് ഇവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ ഈയിടെയായിട്ട് റീസെൻ്റ്ലി ഒരുപാട് നമ്മുടെ ഈ ആക്ഷൻ ക്യാമറാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ അത് അവൈലബിൾ ആണ്. കമ്പയർഡ് ടു ഗോപ്രോ അത്ര റേറ്റ് ഇല്ല, നമുക്ക് നല്ല ക്ലാരിറ്റിയും അവർക്ക് തരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഈ പോക്കറ്റ് 2 അല്ലെങ്കിൽ ഈ പോക്കറ്റ് വേർഷനിലേക്ക് വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാമറ എന്ന് പറയുന്നതിൽ ഇതിൽ ഗിംബൽ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ സിനിമാറ്റിക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനാണെങ്കിലും സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഈ DJI Pocket 2-ലാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ആക്ഷൻ ക്യാമറ അല്ല, ഒരു ഫ്രഷർ വ്ളോഗറായിട്ട് നമ്മളൊരു ആക്ഷൻ ക്യാമറയ്ക്ക് പോകാതെ നമ്മളൊരു പോക്കറ്റ് 2 അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗിംബൽ സെറ്റപ്പ് ഉള്ള ക്യാമറ എടുക്കാൻ കാരണം അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇതിൽ മെയിനായിട്ട് നമ്മുടെ ക്യാമറ തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിനെ നോക്കാം. ഈ ക്യാമറ വരുന്നത് ഒരു പൗച്ചോട് കൂടിയിട്ട് തന്നെയാണ്. നമ്മളിതുവരെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ DJI Osmo Pocket 2 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിലുള്ളത് ഇപ്പോൾ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇതിൻ്റെ DJI പ്രൊഡക്ട്സ് ആൻഡ് ഓസ്ട്രേലിയൻ കസ്റ്റമർ ലോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇതിൽ. പിന്നെ ഇതിൽ ഡിസ്ക്ലൈമർ ആൻഡ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു DJI Pocket 2 ഒരു ഇതും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് DJIയുടെ 2 ലോഗോസ്. ഒന്ന് നമുക്ക് നമ്മുടെ ബൈക്ക് 2 ബൈക്കിൽ നമുക്ക് ഈ ലോഗോസ് വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ കോമ്പണൻസ് ആണ് ബാക്കിയുള്ളത്. ഇതെന്ന് പറയുന്നത് ഈ ഓസ്മോ പോക്കറ്റ് 2-ൻ്റെ ട്രൈപോഡ് മൗണ്ടാണ്. ഇത് വരുന്നത് ലൈറ്റ്നിങ് അഡാപ്റ്ററാണ്. ഐഫോണിലൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓസ്മോ പോക്കറ്റ് 2-ന് തന്നെ നമുക്ക് ഈ ഐഫോണിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ഐഫോണിൻ്റെയൊക്കെ കണക്ടറാണ്, ലൈറ്റ്നിങ് അഡാപ്റ്ററാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്മോ പോക്കറ്റ് 2-ൻ്റെ മിനി കൺട്രോൾ സ്റ്റിക്കാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഈ നമ്മൾ കണ്ടത് വെച്ചിട്ട് ഈ ഓസ്മോ പോക്കറ്റ് 2-ൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിപ്പോൾ വരുന്നത് ഒന്ന് ലൈറ്റ്നിങ് അഡാപ്റ്റർ, ഒന്നുമില്ലെങ്കിൽ ഐഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഈ C ടൈപ്പ് അഡാപ്റ്റർ അല്ലേ, അതുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലേശം പഴയ ഫോൺസിന് ഇത് കണക്ട് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് പിന്നെ ഒരു ചാർജർ, നമ്മുടെ നോർമൽ USB കേബിളാണ്, ചാർജർ കേബിളാണ്. ഇത് പിന്നെ ഒരു റിസ്റ്റ് സ്ട്രാപ്പ്. ഇത്രയാണ് നമ്മൾ ഈ പോക്കറ്റ് 2-ൻ്റെ
ഇതിൽ വരുന്ന കമ്പോണൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ പോക്കറ്റ് 2. ഇതിന് ഇവിടെ ഒരു ഇത് നമ്മുടെ SD കാർഡ് സ്ലോട്ടാണ്. പിന്നെ ഇത് കാണുന്നുണ്ടാവും, ഇത് നമ്മുടെ ചാർജിങ് സ്ലോട്ടാണ്. ഇത് നമ്മുടെ പവർ ബട്ടണാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഓണായിട്ടുണ്ട് നമ്മുടെ പോക്കറ്റ് 2. ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ. വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയ സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിതിൽ നമ്മളെ ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെറ്റിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ്, DJ പോക്കറ്റ് നോട്ട് ആക്ടിവേറ്റ്, കണക്ട് ടു ഫോൺ ആൻഡ് ആക്ടിവേറ്റ് വിത്ത് DJ മെമ്മോ. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ഫോൺ, ഈ പോക്കറ്റ് 2 നമ്മുടെ ഒരു ഫോണായിട്ട് കണക്ട് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ബോക്സിൽ തന്നെ കാണാം, ഇതിൽ നമുക്ക് ആപ്പ് സ്റ്റോറിലും കിട്ടും, അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ, അതായത് നമ്മുടെ 2 ഇതിലും പ്ലേ സ്റ്റോറിലും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അതിലുള്ള ഈ C പോർട്ട് ഈ നമ്മുടെ പോക്കറ്റ് 2ൽ കണക്ട് ചെയ്യാണ്. പുതിയതായതുകൊണ്ട് തന്നെ ഏകദേശം ടൈറ്റാണത്, ലോക്കായിട്ടുണ്ട്. നമുക്ക് ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ DJ മെമ്മോ എന്ന് പറഞ്ഞ ആപ്പ്. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത്. നമുക്ക് നമ്മുടെ ഈ പോക്കറ്റ് ഫോണായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളെ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ലോഗിൻ ആൻഡ് രജിസ്റ്റർ എന്ന് പറഞ്ഞ 2 ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, രജിസ്റ്റർ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഇതിന് നമ്മുടെ മെയിൽ ID യൂസ് ചെയ്തിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ഇതിൻ്റെ ഒരു നമുക്ക് ഇത് നമ്മളെ പരിചയപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ മൈക്രോ SD സ്ലോട്ട് എവിടെയെന്നുള്ളത് കാണിച്ചു തരുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ബട്ടണാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഗിംബൽ സെറ്റപ്പ് നമുക്ക് മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഫസ്റ്റ് തന്നെ ഒരു ഫേം വെയർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത് 55 MB ഒരു ഫേം വെയർ ആണ്. അപ്പോൾ നമ്മളത് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ 50% നമ്മുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന SD കാർഡ് ഒന്ന് പരിചയപ്പെടാം. നമ്മൾ യൂസ് ചെയ്യുന്നത് സാൻഡിസ്കിൻ്റെ A2 ടൈപ്പ് SD കാർഡാണ്. ഇത് സാൻഡിസ്ക് എക്സ്ട്രീം എന്ന് പറഞ്ഞ വേർഷനാണ്. 128 GB ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 160 MB/s ഇതിൻ്റെ റീഡിംഗ് സ്പീഡും അതേപോലെ റൈറ്റിംഗ് സ്പീഡ് 90 MB/s ആണ്. നമ്മൾ ഫോണ് നമ്മുടെ ഡൗൺലോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സ്ക്രീന് കാണുന്നത് ഇങ്ങനെയാണ്. ഇതിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റം സ്റ്റോറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഇതിൽ ടെംപ്ലേറ്റ്സ്, സ്റ്റോറി ട്രാവൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഇതിൽ ഒരു ഓപ്ഷൻ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഫോട്ടോസ് എടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. താഴെ വീഡിയോ, പിന്നെ ഒരു HDR വീഡിയോ, പിന്നെ സ്ലോ മോഷൻ വീഡിയോ, ടൈം ലാപ്സിൻ്റെ. ഇതിൽ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആപ്പ് റൺ ആവണമെങ്കിൽ നമുക്ക് ഡാറ്റ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെസ്സേജസിന് നോട്ടിഫിക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഇത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ 1080 2.7K അല്ലെങ്കിൽ 4K വീഡിയോസ് അത് ഏത് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റി, ഇതിൽ ബാറ്ററി സേവറിൻ്റെ ഹൈ ക്വാളിറ്റി ഉണ്ട്. അതുപോലെ വീഡിയോൻ്റെ ഫ്രെയിം റേറ്റ് 30/s ആണ് ഇപ്പോൾ. പിന്നെ ഇത് കാണുന്നത് ഇപ്പോൾ സെറ്റിങ്സ് ആണ്. ഇത് പ്രോ ആക്റ്റീവ് ചെയ്യാം നമുക്ക്. പിന്നെ വേണമെങ്കിൽ തന്നെ നമുക്ക് ഇതിപ്പോൾ ഗ്രിഡ് ലൈൻസ് വേണമെങ്കിൽ ഓൺ ചെയ്യാം. പിന്നെ അതേപോലെ ആൻറ്റി ഫ്ലിക്കർ, ആ ഒരു 3 ഓപ്ഷനാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഒന്നുള്ളത് പിന്നെ ഗിംബലിൻ്റെ സെറ്റപ്സ് ആണ്.
പിന്നെ ഇതിൽ കാണുന്നത് ജനറൽ ആയിട്ടുള്ള സെറ്റിങ്സ്, അത് പറഞ്ഞാൽ SD കാർഡിൻ്റെ കപ്പാസിറ്റി. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന 128 GB SD കാർഡാണ്. അപ്പോൾ അതിൽ ഇനി ബാക്കി എത്ര GB ബാക്കിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇത് മൂന്നാണ് ഇതിലിപ്പോൾ ജനറൽ സെറ്റിങ്സ്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ്. നമുക്കൊരു ഫ്രഷർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർക്ക് ഇത് ഏറ്റവും നല്ല ഒരു ക്യാം തന്നെയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ സാമ്പിൾ വീഡിയോസ് നമുക്ക് ഇതിന്ന് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ലോ ലൈറ്റാണ്. ഇപ്പോൾ അറൗണ്ട് 6:30 കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഈ പോക്കറ്റ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഈ വീഡിയോ. പിന്നെ ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കാണ്. അപ്പോൾ നമ്മൾ ഈ മൈക്ക് ഇതിലിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഈ സൗണ്ട് ഇതിൻ്റെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൈക്കിൽ നിന്ന് വരുന്ന വോയിസാണ്. അപ്പോൾ അതും വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ ലോ ലൈറ്റിൽ പോലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി തരാൻ നമുക്ക് ഈ പോക്കറ്റ് ട്യൂണ് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ബെറ്റർ ദാൻ ഫോൺസ്. ഇപ്പോൾ നമുക്ക് ലോ ലൈറ്റിൽ ഫോണിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 875 mAh ബാറ്ററി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടില്ല. അപ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് പോലും നമുക്കിതിനെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിൻ്റെ കയറുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡെഡായിട്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ 16% വളരെ പെട്ടെന്ന് തന്നെ 16% ആയി. അപ്പോൾ അതൊരു ഗുണം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓസ്മോ പോക്കറ്റ് 2 വെച്ചെടുത്ത വീഡിയോസിന്റെ സാമ്പിൾ. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു സ്ലോ മോഷൻ വീഡിയോയും ഒരു നോർമൽ വീഡിയോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റെബിലൈസേഷൻ ഒന്ന് ഇതിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തത്. ഇനി ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒരുപാടായി പോകും. അപ്പോൾ നമുക്കിത് ഹൈപ്പർ ലാപ്സും ടൈം ലാപ്സിന്റെ ഒക്കെ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഒരു ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അൺബോക്സിങ്ങിന്റെ ടൈമിൽ നമ്മളൊരു മിനി കൺട്രോൾ സ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ മിനി കൺട്രോൾ സ്റ്റിക്ക് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുന്നവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇതിലൊരു ജോയ്സ്റ്റിക്ക് കൊണ്ട് ഒരു സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ ക്യാമറനെ മൂവ് ചെയ്യിക്കാൻ പറ്റും നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ള ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇപ്പോൾ സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ടിലേക്ക് നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, ഈ കൺട്രോൾ സ്റ്റിക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളിതിൽ അഡീഷണൽ ആയിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഈ ഓസ്മോ പോക്കറ്റ് 2 വാട്ടർ പ്രൂഫ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഡൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് അല്ല, ഈ ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല. നമുക്ക് പക്ഷേ ഒരു വാട്ടർ പ്രൂഫ് കേസ് നമുക്ക് ഇതൊന്ന് വാങ്ങിക്കാൻ കിട്ടും, ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും. അറൗണ്ട് 3000 rupees അതിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ആക്ഷൻ ക്യാമറാസ് പോലെ ഇത് നമുക്ക് മൗണ്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് ഹെൽമെറ്റിലോ മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈ ആക്ഷൻ ക്യാമറ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ മൗണ്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ്. അറൗണ്ട് 1200 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിലൊക്കെയാണ് കേസ് നമുക്ക് ഇതിന്റെ ഈ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. കാരണം നമ്മൾ ഇനി അടിപൊളി നല്ല ട്രാവൽ വീഡിയോസും അതുപോലെ തന്നെ കാർസിനെ കുറിച്ചും ബൈക്സിനെ കുറിച്ചൊക്കെ നല്ല അടിപൊളി വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വരും. Until then, we are signing off.